ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലൻ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പല ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നിറം വയ്ക്കുന്നില്ല, സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ മാറി മാറി കയറി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡ്രിങ്ക് കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതനുസരിച്ച് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 ഗ്ലാസ് മതിയെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാകും കേട്ടോ. നമ്മളിവിടെ ഒരു പൈനാപ്പിൾ തൊലിയൊക്കെ ചെത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്സൊക്കെ മൂലം ഒത്തിരിയായിട്ട് വിണ്ടുകീറൽ, കാലിൽ വിണ്ടുകീറൽ, അതുപോലെ ചുണ്ട് പൊട്ടുന്നു, ഇതൊക്കെ തടയാനായിട്ടും ഈ ഒരു ഡ്രിങ്ക് വളരെ ഗുണകരമാണ്. അതുപോലെ മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, അതുപോലെ ഏജിങ്ങിനെ തടയാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഹാഫാണ് നമ്മളിവിടെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാനാണ്, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് വേണ്ടത്. ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു പകുതി പോർഷനാണ്. അപ്പോൾ വലിയ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ കാൽഭാഗമൊക്കെ എടുക്കാവുള്ളൂ. കാര്യം ബീട്രൂട്ട് കൂടുതലായി കഴിഞ്ഞാൽ ചിലർക്ക് കുടിക്കാനായിട്ട് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. അതുപോലെ ഓവറായിട്ട് നമ്മൾ അതിൻ്റെ കുടിക്കേണ്ട കാര്യവുമില്ല. നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ വേണം കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് ബീട്രൂട്ട്. അതുപോലെ നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. മുടിക്കും അതുപോലെ ചർമ്മത്തിനുമൊക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഈ ബീട്രൂട്ട്. ആൻറ്റി ഏജിങ്, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് നല്ലതാണ് ബീട്രൂട്ട് കൂടി ഈ ഒരു ജ്യൂസിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം എടുത്താൽ മതിയാകും. അപ്പോൾ ഇഞ്ചിയും ബീട്രൂട്ടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം ലൂസായിട്ടാണ് ജ്യൂസ് വേണ്ടത്, തിക്കാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ ക്രമീകരിക്കാം കേട്ടോ. മിക്സിയുടെ വലിയ ജാറിലിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുത്ത് കുടിക്കണോ, അരിച്ചെടുക്കാതെ ഡയറക്റ്റ് കുടിക്കണോ എന്ന് പലർക്കും ഒരു സംശയമാണ്. അത് ഓരോരുത്തർക്കും അത് കുടിക്കാൻ ഉള്ള ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ അത് തീരുമാനിക്കാം കേട്ടോ. എങ്ങനെ കുടിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്, അതനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മധുരത്തിനായിട്ട് വേണമെങ്കിൽ നമ്മൾ ആ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് മധുരം ചേർക്കാം. പൈനാപ്പിളിൽ അത്യാവശ്യം മധുരമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് മധുരം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് ജ്യൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ജ്യൂസ് നമുക്ക് കഴിക്കേണ്ട സമയം എങ്ങനെയാണെന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാവുന്ന ഒരു ജ്യൂസാണ്, രാവിലെ തന്നെ കഴിക്കുക. അപ്പോൾ ഇത് ദിവസവും കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി കഴിക്കുക. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 4 പ്രാവശ്യമെങ്കിലും ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇന്ന് മുതൽ ഫേസ് പാക്കൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പ്ലസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഡ്രിങ്കാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കഴിച്ചാൽ മാത്രമേ അത് പുറത്തേക്ക് നന്നായിട്ട് നമുക്ക് റിസൾട്ടായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അത് കഴിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് ഒഴിവാക്കുക. അപ്പോൾ അക്കാര്യം കൂടി നമുക്ക് മറക്കാതിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.